3 മണിയായി. നാളെ രാവിലെ എണീക്കാൻ വേണം, ചർച്ചിലും പോകണം. അത് ക്ലിക്ക് ചെയ്, നിന്റെ ഉള്ളിലുള്ള ശൂന്യത മാറും. ക്ലിക്ക് ചെയ്. അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ആശ്വസിപ്പാൻ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ആഹാ, ഇന്ന് നീ നേരത്തെ ആണല്ലേ? അത് പിന്നെ ബാംഗ്ലൂരിലെ ട്രാഫിക്കൊക്കെ അല്ലേ ഞങ്ങളെ. ട്രാഫിക്ക് നിനക്ക് SG പാളയെന്ന് ഇവിടെ വരെ നടന്നു വരായി. ഒന്ന് പോടാ. നമുക്ക് നമ്മുടെ ശ്രദ്ധ വചനത്തിലേക്ക് തിരിക്കാം. കുഞ്ഞുങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പം ഒരു ബിസിനസ്സും പാടില്ല. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും. ഓക്കെ. അപ്പോൾ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ദൈവം സ്തുതിക്കാം. ബാംഗ്ലൂരിൽ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. പക്ഷേ നിങ്ങൾ ആത്മീയമായിട്ട് തണുത്തു പോകരുത്. ആത്മീക ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. ആഗ്രഹമുണ്ട് പാസ്റ്ററെ, പക്ഷെ പറ്റണില്ല. വചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഒരു സമർപ്പണം വേണം. നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധം വേണം. ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ. നിങ്ങൾ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിത്യതയിൽ കാണുമെന്ന് ആരും വിചാരിക്കണ്ട. നാളത്തെ ദിവസം നമ്മുടെ കയ്യിലില്ല. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മാനസാന്തരപ്പെടുക, ജീവിതം സമർപ്പിക്കുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. 2025 നമ്മൾ പരാജയപ്പെട്ട മേഖലയിൽ 2026 ദൈവം നമുക്കൊരു വിജയം തരും. ഒരു 10 മിനിറ്റും കൂടെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ. അപ്പൊ യെശയ്യാവ് 59:2 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളെയും യെശയ്യാവ് 59:2 ഇങ്ങനെ പറയുന്നു. സ്ക്രീൻ കാണിച്ചേ. സ്ക്രീൻ കാണിക്കുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ ശ്രദ്ധിച്ചേ. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ, അല്ല എൻ്റെ ടച്ച് വിട്ടു. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അതുകൊണ്ട് ദൈവവചനം എന്ന് പറയുന്നത് അത് നമ്മളെ ഉപദേശിക്കുന്നതാണ്, നമ്മളെ ശാസിക്കുന്നതാണ്, നമ്മളെ തെറ്റുതിരുത്തുന്നതാണ്, നമ്മളെ പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മളെ പരിശീലിപ്പിക്കുന്നതാണ്. ഓ പിന്നെ നീ പറ വാവേ. ആ ചക്കരെ കഴിച്ചോ? ഓ പോ ചക്കരെ. ഇല്ല നീ പറ. നീ മാറ്. നീ പറ ചക്കര, നീ പറ പ്ലീസ്. ഞാൻ പറയില്ല. എന്താടാ ഞാൻ പറഞ്ഞാൽ മതിയോ? അപ്പ വേണ്ടപ്പാ, പിന്നെ വിളിക്കാവേ. നിങ്ങൾ BP ഉള്ള ആളാണ് എങ്കിൽ ഈ 3 കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. 1, ഉപ്പിന്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ദിവസവും വ്യായാമം ചെയ്യുക.
മാനസികമായിട്ടുള്ള ടെൻഷൻ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. എബി എടാ നെറ്റ് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ BP ഉള്ള ആളാണോ? എബിയേ എടാ എബിയേ എപ്പം നോക്കിയാലും ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്തുവാടാ നീ ഇത്ര ഉള്ളേ? ഇങ്ങോട്ട് എടുത്തേ. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിലേക്ക് ഒരു ബോട്ട് യാത്രയാണ്. ഹായ് ഹലോ നമസ്കാരം. ദ മലയാളി എക്സ്പോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിതിൻ ജയനിരവിൽ. ആഹാ, നീ ഇവന്റെ വീഡിയോ കണ്ടിരിക്കുക. ഇവ ഒരു പണിയില്ലാതെ കണ്ട കാടും മലയെല്ലാം കയറി കിടക്കുന്നതല്ലേ. നീ ഇതും കണ്ടോണ്ടിരിക്കാതെ ഫോൺ ഇങ്ങോട്ട് താടാ. അപ്പ എന്റെ നോട്ട്സ് ഇല്ലാത്താണപ്പാ. നിന്റെ നോട്ട്സ് ബുക്ക് നോക്കി പഠിക്കടാ. അപ്പ എന്റെ സ്കൂളിന്റെ ആപ്പ് ഇതിന്റെ അകത്താണപ്പാ. നിന്റെ ഒരു ആപ്പ് ഇങ്ങോട്ട് താ ഫോൺ. അപ്പ എന്റെ ജീവിതമേ ഇതിന്റെ അകത്താണപ്പാ. ഇവനൊക്കെ നോട്ട്സ് ആപ്പ് എന്നും പറഞ്ഞു വരും. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിങ് ചീറ്റിംഗ് ആയിട്ട് നടക്കും. നമുക്കൊന്നും അറിയാത്ത പോലെ. ഇവനെ അടുത്ത യൂത്ത് ക്യാമ്പിന് വിട്ട് നന്നാക്കണം. എടാ നോയലേ, എടാ ഓൺലൈനിൽ ആ പാല് ഒന്ന് ഓർഡർ ചെയ്തേ. വൈകിട്ട് പാസ്റ്ററൊക്കെ ഇങ്ങോട്ട് വരുമോന്ന് പറഞ്ഞായിരുന്നു. നോയലേ, എടാ നോയലേ, പാലെവിടെ? പാലെവിടെയെന്ന്? പാലാ? എന്ത് പാല്? തേങ്ങാപ്പാല്. എഴുന്നേറ്റ് പോടാ. തേങ്ങാപ്പാലാ? എന്റെ തേങ്ങെങ്കിലാവട്ടെ. ഇവനെയൊക്കെ എന്തിനു കൊള്ളാം? രാവിലെ തൊട്ട് രാത്രി വരെ ഫോൺ ഫോൺ ഫോൺ. 4 നേരം ഫോൺ തന്നെ. നോയലേ, എബി, ഡാ എഴുന്നേറ്റ് പോയി അമ്മയ്ക്ക് മരുന്നെങ്കിലും ഒന്ന് എടുത്തു കൊടുക്ക്. ശരി, കൊടുക്കാം. അമ്മേ. മോനെ, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം നിന്നെ വിളിച്ചു. ഞാനിവിടെ ഉണ്ടായി അമ്മേ. ഓ, ഫോൺ നോക്കിയിരിക്കുകയായിരുന്നല്ലേ. ഈ വീട്ടിലെല്ലാവരും ഫോൺ നോക്കിയാണ് ഇരിക്കുന്നത്. തമ്മിൽ സംസാരവും ഇല്ല, കുടുംബ പ്രാർത്ഥനയില്ല. മോനെ, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നോ അതിനോട് അടിമപ്പെട്ടിരിക്കുന്നു. നീ ഫോണിൽ ആശ്രയം വെക്കരുത്. അത് പാപമാ. അതിനെ നീ ജയിക്കണം. എത്ര നാളിങ്ങനെ പോകുവടാ? ബൈബിളിൽ തന്നെ പറയുന്നില്ലേ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യേശുവിനെ നോക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കണം. നിന്നെ കണ്ടല്ലേ നിന്റെ അനിയനും പഠിക്കുന്നേ. ശരിയാണമ്മേ, ഞാൻ ശ്രമിക്കാം. മോനെ, നീ എവിടെ പോവാ? നീ കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കുക. ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് നീ എൻ്റെ അടുത്ത് ഇരുന്നിട്ടൊക്കെ എത്ര നാളായി. അമ്മേ, ഞാൻ ഒരു മിനിറ്റ് അമ്മേ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഇപ്പൊ വരാം. യേശുവേ, കർത്താവേ, പെട്ടെന്ന് തന്നെ നീ അവനൊരു മാനസാന്തരം കൊടുക്കണേ. നീ അവനെ ഒന്ന് തൊടണേ കർത്താവേ. നോയലേ, എബി, ഇച്ചായ, മരുന്ന് എവിടെയാ? നോയലേ, ഒരിച്ചിരി വെള്ളം താടാ. ഇച്ചായ, എബി,
എന്തുവാ ശബ്ദം? ഇവിടെ എന്തുവാ ശബ്ദം? ഇവനോടൊക്കെ പറയുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ ലീലേ, ലീലേ. അമ്മേ! അതെ, ലീലയുടെ കൂടെ വന്നിട്ടുള്ള ആരാണുള്ളത്? ആ ഡോക്ടറെ, ഞാനാ. എന്താ അവൾക്ക്? ഒരു പക്ഷേ കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ. ഐ എം സോറി. ലീലേ, എന്റെ ലീലേ. അമ്മ ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിടാൻ. മോനെ, നീ എവിടെ പോവാ? നീ കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കും. ഞാൻ നിന്നോട് സംസാരിച്ചിട്ട് നീ എൻ്റെ അടുത്ത് ഇരുന്നിട്ടൊക്കെ എത്ര നാളായി. അമ്മ നിന്നെ കൊണ്ടെന്തിന് കൊള്ളാം? നീ ഒരു തോൽവിയാണ്. നീ പാപത്തിൽ കിടക്കുന്നവരല്ലേ? നീ ആ ഫോൺ എടുക്ക, അത് ക്ലിക്ക് ചെയ്, ആ വീഡിയോ ഒന്ന് കാണ്, ഒന്നും കൂടി കാണ്. നിന്റെ ഉള്ളില് ശൂന്യത മാറും. ക്ലിക്ക് ചെയ്, ക്ലിക്ക് ചെയ്. കർത്താവേ, എന്നെ കൊണ്ട് പറ്റണില്ല. ഉപ്പ കൃപയുണ്ടാവേ.
അധികമായി സ്നേഹിക്കുന്നു. നീ എൻ്റെ അടുക്കൽ വരുവിൻ. നിന്റെ പാപം നീ ഏറ്റുപറയുന്നുവെങ്കിൽ നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും. മാനസാന്തരം നിങ്ങൾ വൈകിപ്പിക്കും തോറും ജീവിതം കഠിനമാകും. യഥാർത്ഥമായി ഞാൻ പറയുന്നു, നാം മാനസാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി ഇന്നൊരു രൂപാന്തരം ഇവിടെ വച്ച് ഉണ്ടായാൽ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ വഴി നിന്റെ മുമ്പിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. എന്താടാ എന്തുവാ? നിന്റെ അമ്മയല്ലേ ഇവിടെ ഇരിക്കുന്നത്? കർത്താവേ, സ്വപ്നോ? എല്ലാവരും കണ്ണുകൾ അടയ്ക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇത് ഞാൻ കണ്ട സ്വപ്നം ഇത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനേ? അപ്പാ, ഞാൻ ഏറ്റുപറയുന്നു, എന്നോട് ക്ഷമിക്കണമേ. ഞാനിത് ഇനി മുതൽ ഫോണിന് അടിമപ്പെട്ടു പോകാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതം ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എന്നുള്ള മുഴുവൻ സൗന്ദര്യം തേടുന്നു. എൻ കണ്ണുകൾ എന്നും നിന്നിൽ തന്നെ. കൂടെ ഞാൻ വന്നോട്ടെ നിന്നെ സന്നിധിയിൽ. നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം. പിരിയാ കഴിയയില്ല നിൻ സ്നേഹകര സ്പർശം. പിതാ